رأى النبي صلى الله عليه وسلم فقال يا بني حبيباي أشرف الخلق طه رسول الله صلى الله عليه وسلم തങ്ങളെ മഹാനവറുകൾ സിയാറത്ത് ചെയ്തപ്പോ അവിടുന്ന് സ്വപ്നത്തിൽ കാണുന്നു. സ്വപ്നത്തിൽ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യാ ബുനയ്യ മുഈനുദ്ദീൻ അഅതൈനാക വിലായത ഹിന്ദുസ്ഥാൻ ഫതവജ്ജഹ ഇലാ അജ്മീർ മിനൽ ഹിന്ദി. മഹാനവറുകളോട് ഹബീബായ തങ്ങൾ പറയുന്നു, അഅതൈനാക, ഓ മുഈനുദ്ദീനെ, നിങ്ങൾക്ക് നാം ഇന്ത്യയുടെ അധികാരം നൽകി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ അജ്മീറിലേക്ക് പോണേ. ഫഇന്നൽ കുഫ്റ വൽ ഇനാദ വൽ ഖദ് കസുറത ഫീ തിൽകൽ ബിലാദ്. ആ നാടിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പഴയകാലത്ത് ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിലെ ധാരാളം കാഫിരീങ്ങളെ കുഫർ നിറഞ്ഞ നാടായിരുന്നു. അവിശ്വാസങ്ങളും മറ്റും നിറഞ്ഞ നാടായിരുന്നു. ആ സമയത്താണ് ഇന്ത്യയുടെ രാജാവായി സുൽത്താൻ ഖാജ തങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ പിന്നീട് ആ മഹാനവറുകൾ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായി അറിയപ്പെടുന്നു. ആദ്യം പേര് വെച്ചത് ഹബീബായ തങ്ങളാണ്. ആ മഹാനവറുകൾ ഇന്ത്യയിലേക്ക് വരുന്നു. അതിനു മുമ്പായി മഹാനവറുകളോ ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ബാഗ്ദാദ് പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോ കുറച്ച് ആളുകളെ കാണുകയാണ്. എന്തേ അവരെ പ്രത്യേകത? തീയിനെ ആരാധിക്കുന്നവരാണ്. തീയിനെ ആരാധിക്കുന്ന ജനങ്ങളാണ്. കല്ലിനെയും ഉള്ളിനെയും മറ്റു വസ്തുക്കളെയൊക്കെ ആരാധിക്കുന്നത് പോലെ തീയിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരാണ്. ആ ജനങ്ങളെ കണ്ടപ്പോ മഹാനവറുകൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചോ. ഇസ്ലാമിന്റെ മഹിതമായ ആദർശങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. നിർബന്ധിച്ചിട്ടല്ല, ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. ഇതങ്ങോട്ടാ മഹാനവറുകളെ അവരോട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അവർ ഇസ്ലാമിനെ സ്വീകരിക്കാൻ വിളങ്ങി. പോരാ, അവരോ ദീനാരാധിക്കുന്ന ജനങ്ങളായിരുന്നില്ലയോ? ആ സമയം അവരോട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അവര് വിളങ്ങിയപ്പോ മഹാൻ പറഞ്ഞു, നിങ്ങളത്ര ബുദ്ധിയില്ലാത്തവരാണ്. ഈ തീയെന്നുള്ളതോ ഇതിനെ നിങ്ങൾ ദൈവമാക്കുകയാണോ? എങ്ങനെയാണ് ജനങ്ങളെ നിങ്ങളിതിനെ ദൈവമാക്കുന്നത്? ഈ വസ്തു ഉണ്ടല്ലോ, ഇതിലേക്ക് നിങ്ങൾ കൈയിട്ടാലോ, നിങ്ങളെ കാല് വെച്ചാലോ, നിങ്ങളെ ശരീരമാസകലം കരിഞ്ഞു പോവുകയില്ലയോ? നിങ്ങളുടെ ദൈവം നിങ്ങളെ കരിച്ചു കളയുന്നു. ഇത്ര ക്രൂരനാണോ നിങ്ങളുടെ ദൈവം? പിന്നീട് പറഞ്ഞു, അല്പം ജലമെടുത്തുകൊണ്ട് പാനീയമെടുത്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ചാൽ അത് കെട്ടുപോകുമല്ലോ. ഇത് പറഞ്ഞപ്പോ ആ ജനങ്ങൾ പറഞ്ഞു, ഓ അജ്മീർ ഖാജ, നിങ്ങളങ്ങനൊന്നും പറയണ്ട. തീ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഏത് വസ്തുതകളാലും അത് കഴിഞ്ഞു പോകുക എന്നുള്ളത് ത്വബഈയായ പ്രകൃതിയാണ്. പ്രകൃതിപരമായി അതിനുള്ള സംഭവമാണ് തീ എന്നുള്ളത്. അതിൽ എന്ത് വീണാലും കരിഞ്ഞു പോവുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ആക്ഷേപിക്കേണ്ട കേട്ടോ. ഉടനെ മാനവൻ പറയുകയാണ്,
അല്ല കേട്ടോ. അതിന്റെ തബഈയായ അതിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞപ്പോ മഹാനവർ പറഞ്ഞു അല്ല, അങ്ങനെയല്ല കേട്ടോ. അതിനൊരു ഏത് വസ്തുവിനും ഇലാഹുണ്ട്. ഇലാഹിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ് അതെല്ലാം സംഭവിക്കുന്നത്. ഈ ലോകത്ത് ഏത് വസ്തുവുണ്ടോ അതെല്ലാം സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ്. ഉടനെ അവിടെ വെല്ലുവിളി നടക്കുകയാണ്. വെല്ലുവിളിക്കുന്നു. അവര് പറയുന്നു, എങ്കിൽ നിങ്ങളിട്ടാലും നിങ്ങളുടെ കൈ കരിയുമല്ലോ. മഹാനവരുകൾ അവിടുന്ന് പറഞ്ഞു ഇല്ല. ഉടനെ അവര് വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ആ മഹാനവരുകളെ അവിടുന്ന് പറയുന്നു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോ രാജാവ്, അക്രമിയായ രാജാവില്ലയോ, ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നിക്കിട്ടപ്പോ അല്ല പറഞ്ഞില്ലേ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഓ തീയേ, നീ ഇബ്രാഹിം എന്നവരുടെ മേല് തണുപ്പായിക്കോ, രക്ഷകനായിക്കോ എന്ന് അല്ല പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിലെ. മഹാനായ അജ്മീർ ഖാജ തങ്ങള് അവിടുന്ന് ഒരു മകനെ, ഒരു കുട്ടിയോട് പറയുന്നു, വരൂ മോനെ. അവന്റെ കയ്യും പിടിച്ചുകൊണ്ട് മഹാനവറുകള് ഫാഇലൻ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം എന്ന മന്ത്രോച്ചാരണം ഉച്ചരിച്ചുകൊണ്ട് തീയിലേക്ക് കടക്കുന്നു. കുറച്ചു സമയം കഴിയുന്നു. ഖറജ കുല്ലും മിൻഹുമാ സ്വഹീഹൽ ജസദി. അവര് രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. അവരെ ശരീരത്തിന് കേടുപാടുമില്ല. ആ കുട്ടിയും മഹാനവറുകളും പുറത്തേക്ക് വരുന്നു. ഒരു കുഴപ്പവുമില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു എത്രയോ ജനങ്ങളാണ്. ഫഅസ്ലമൂ, അവര് മുഴുവനും വിശ്വാസികളാകുന്നു. അതിനു മുമ്പ് ഒരു പണിയെടുക്കുകയാണ് ചില ആളുകൾ. അവരെന്ത് ചെയ്തു? ഫസഅലുൽ ഉലമാ അനിൽ ഖബരി. അവര് ചോദിച്ചു ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അതിന്റെ ഉള്ളിൽ കടന്നില്ലേ മോനെ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായതെന്ന് ഒരു കുട്ടിനോട്, മഹാനായ അവരുടെ കൂടെ തീയിലേക്ക് കടന്ന ആ മകനോട് ചോദിക്കുന്നു. ഫസഅലുൽ ഉലമാ അനിൽ ഖബരി ഫഖാല വജദ്നാ ഫീഹാ ബുസ്താനൻ അജീബാ മഖാമൻ മഹ്മൂദാ. ആ കുട്ടി പറയുന്നു, വജദ്നാ ഫീഹാ ബുസ്താനൻ അജീബാ. ഞങ്ങളതിലേക്ക് കടന്നപ്പോ ഞങ്ങൾക്കതൊരു വലിയ തോട്ടമായി, അത്ഭുതകരമായ നല്ല കുളിർമയുള്ള നല്ലൊരു തോട്ടമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതിലേക്ക് കടക്കേണ്ട താമസം ഒരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് സന്തോഷമെന്ന മാതിരി ഒരു പ്രയാസവുമില്ലാതെ അതിന്റെ ഉള്ളിൽ കടക്കാൻ കഴിഞ്ഞു. മഹാനായ അജ്മീർ ഖാജ പറയുന്നു, കുട്ടിയും പറയുന്നു, അവരെ കൈപിടിച്ചുകൊണ്ട് ഫസ്ലമു അലാ യദൈൽ കരീമത്തൈൻ. ഫസ്ലമു, അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. അലാ യദൈൽ കരീമത്തൈൻ, ഈമാന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ടുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു. വറജഉ മിനൽ ഗയ്യി ഇലർ റുശ്ദി, എല്ലാ പിഴച്ച പ്രസ്ഥാനങ്ങളിൽ നിന്നോ, എല്ലാ പിഴച്ചതായ മതത്തിൽ നിന്നോ യഥാർത്ഥ മതമാകുന്ന ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നു.
വിശ്വാസികളെ ഇസ്ലാമിലേക്കാക്കിക്കൊണ്ട് മറ്റു മതത്തിൽ നിന്നും വന്നവർ ഇസ്ലാമിലേക്ക് വന്നത് ഇവിടെ ആരെയും നിർബന്ധിച്ചു വന്നതല്ല. ഇസ്ലാമിൽ അങ്ങനെ പാടുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാമിൽ ഒരു മനുഷ്യനെ നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല. ഒരു മനുഷ്യനെ നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമാക്കാൻ പാടില്ല. അങ്ങനെ ആക്കിയാൽ തന്നെ അവൻ മുസ്ലിം ആവൂല. മനസ്സുകൊണ്ട് അവന്റെ വിശ്വാസം ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ചിട്ട് വേണം ഇസ്ലാമിലേക്ക് വരാൻ. എങ്കിൽ മാത്രമേ അവൻ മുസ്ലിമാവുകയുള്ളൂ. ഇങ്ങനെ ധാരാളം ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ഇന്ത്യയുടെ സുൽത്താൻ